ഹായ് ഹലോ ആദ്യസ് വ്ലോഗ് എന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ നിരഞ്ജനയുടെ കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോകളാണ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു ചെറിയ ഗുലാബി നൈറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫങ്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. റെഡും ബ്ലാക്കും ആയിരുന്നു നമ്മുടെ ആ ഒരു തീം കളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരഞ്ജന ഒരു ബ്ലാക്ക് കളർ ചുരിദാറായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും റെഡ് കളറായിരുന്നു, അല്ലെങ്കിൽ റെഡിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡായിരുന്നു, മെറൂൺ, ഓറഞ്ച്, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഷെയ്ഡുകളിലായിരുന്നു ബാക്കിയുള്ളവരെല്ലാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം, ഈ ഗുലാബി നൈറ്റ് നമുക്ക് കണ്ടക്ട് ചെയ്തത് നമ്മുടെ ശരത്താണ് കേട്ടോ. അപ്പോൾ ശരത്ത് നല്ല റെഡ് കളറൊക്കെ ഇട്ടിങ്ങനെ ഒന്ന് നിൽപ്പുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ കല്യാണത്തിൻ്റെ ഫങ്ഷൻസ് എല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ഈ ഗുലാബി നൈറ്റൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ ഒരുപാട് ഫ്രണ്ട്സും നമുക്ക് ഒരുപാട് നെയ്ബേഴ്സും ഒക്കെ ഉള്ളതാണ് കേട്ടോ. പക്ഷേ എല്ലാവരുടെയും ഇങ്ങനെ പറയാനായിട്ട് വിട്ടുപോയി. കാരണം ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആയിരുന്നു. അപ്പം അതൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു എല്ലാവരും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു ദിവസം, ഈ ഒരു ഫംഗ്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് താമസിച്ചു. ബലൂണെല്ലാം സെറ്റാക്കി, ഞങ്ങളുടെ ഇരിക്കാനുള്ള സ്ഥലമെല്ലാം സെറ്റാക്കി. അപ്പം അതെല്ലാം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരുപാട് താമസം വന്നു കേട്ടോ. നമ്മുടെ ശരത്ത് ഓൺലൈൻ വഴി വാങ്ങിച്ച ഒരു സ്റ്റീരിയോയും ഒക്കെയാണ് കേട്ടോ അത്. പിന്നെ നിരഞ്ജന ഏതാണ്ട് ഇട്ടേക്കുന്നത് ഈ ഒരു ഡ്രസ്സെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പുനലൂർ എൻഗെയിന്ന് എടുത്ത ഒരു ചുരിദാറായിരുന്നു കേട്ടോ. അതിന് 1300 സംതിങ് ഒക്കെ ആയിരുന്നു വില. പക്ഷെ നല്ല ഭംഗി, നല്ല ഗോൾഡ്, ആ ബ്ലാക്കിനകത്ത് ആ ഗോൾഡ് നൂല് പോലത്തെ ത്രെഡ് വർക്ക് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം അവളും നിന്ന് ഇങ്ങനെയൊക്കെ ഓരോ ഫാഷനൊക്കെ കാണിക്കുകയാണ്. അപ്പം എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ. റിലേറ്റീവ്സൊക്കെ എല്ലാവരും വരും. നിരഞ്ജനയുടെ ഫ്രണ്ട്സും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഫംഗ്ഷൻ താണ്ടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ലൈറ്റ് വർക്ക്സുകളൊന്നും നടന്നിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇച്ചിരി ലൈറ്റിൻ്റെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഒരു ബ്രൈഡ് ഇരിക്കുന്നതിൻ്റെ ആ ഒരു സ്ഥലത്തെ ലൈറ്റിനൊക്കെ ഇച്ചിരി ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ലൈറ്റൊന്നും വന്നിട്ടില്ല. കുറേ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോഴേക്കും നമ്മളുടെ ഗ്രൂം വന്നിട്ടുണ്ട്, ഹരി. അപ്പം ഹരിയും കാറിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് നമ്മളെ തിലകവും ഹസ്ബൻഡും കാറിൽ വന്നിറങ്ങി. അപ്പോൾ അവരെല്ലാവരും ഏകദേശം ഒന്നിച്ചാണ് കേട്ടോ, ഒരേ സമയത്താണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അപ്പം ഞങ്ങൾ അവരെയൊക്കെ സ്വീകരിച്ചു. ഡോക്ടർ വരെ മെറൂണി വന്നിട്ടുണ്ട്. വാ അമ്മയുടെ അനിയത്തി സ്മിത എന്ന പേര്. നമ്മളെ ആളുകളുടെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ നാളെ തന്നെ കുറച്ചൊരാൾ കാണും അല്ലേ? ഇളയത്താ അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തിയതിന് ശേഷം ഹരിയും നിരഞ്ജനയും കൂടെ ദാണ്ടെ ആ ഊഞ്ഞാലിലേക്ക് കയറിയിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഇടയിലേക്ക് നമ്മുടെ ഹനയും കൂടെ പോയി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശരത്ത് ഈ ഒരു ഫംഗ്ഷനെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ് കേട്ടോ. ഒരു ദാമ്പത്യ ജീവിതത്തിനുള്ള തുടക്കം കുറിക്കാനായിട്ട് 2-3 ദിവസം കൂടി മാത്രമേ അവർക്ക് മുമ്പിലുള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ള ബാച്ചലർ ഡേയ്സ് അവര് പരമാവധി ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്കും കൂടെ പങ്കുചേരാനായിട്ടുള്ള ഒരു ചെറിയ അവസരമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ ആദ്യം തന്നെ അവര് കേക്ക് കട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വൈൻ എക്സ്ചേഞ്ച് ചെയ്ത് കുടിക്കുന്നു. അതോടുകൂടി പിന്നെ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന മധുരങ്ങൾ അവർക്ക് നമുക്ക് പകരാം. ഓക്കെ, അപ്പൊ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാനായിട്ട് അടുത്തിരിക്കാം. ഓക്കെ, തിരിച്ചുപിടി.
ഓക്കെ അത് തെറിയൊന്നുമില്ല കറങ്ങി കൊടുക്കണം അത് അല്ല അത് തന്നെ അത് മുമ്പിൽ നിന്ന് മാറി നിങ്ങളെ മോളെ കാരണല്ലേ അതും കൂടെ എടുത്തോ അവകാശം മതി മതി ഇനി മതി അതിനാ നിൽക്കുന്നേ ഓണായി നിങ്ങൾ ഒന്നുകൂടെ കേക്ക് കൊടുത്തു പ്രശ്നമില്ല അമ്മയും കൂടെ അപ്പൊ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എന്റെ തന്നേക്കണ് കുറച്ച് ഇനി വരരുത് ഒരെണ്ണം കൂടെ ഉണ്ടോ മോനെ കൂടെ നോക്കടാ അങ്ങനെ ഞങ്ങളുടെ എല്ലാ അതിഥികളും അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ റിലേറ്റീവ്സും അവിടെ കൂടിയിരുന്ന എല്ലാവരും അവർക്ക് മധുരം കൊടുക്കുകയും തിരിച്ച് മധുരം കഴിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. അപ്പം വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അപ്പം കീർത്തനയുടെ കല്യാണ സമയത്ത് നമ്മൾ ഈ ഗുലാബി നൈറ്റ് നടത്തിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിനൊരു പ്രചാരം കിട്ടിത്തുടങ്ങിയത്. ഈ ഗുലാബി നൈറ്റ് എന്നും പറഞ്ഞ് ഒരു ഫംഗ്ഷനും കൂടെ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം ഒരു ഭയങ്കര സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. സത്യത്തിൽ ഗുലാബി നൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നടത്തേണ്ടത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫ്രണ്ട്സാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഫാമിലിക്ക് വലിയ പാർട്സ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ കൂടിയെന്നേ ഉള്ളൂ, നമ്മളല്ലേ ഉള്ളൂ, നമ്മൾ ഫാമിലി മെമ്പേഴ്സല്ലേ കൂടുതലും ഉള്ളത്. നമ്മൾ എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നല്ലോ. അപ്പം ഫ്രണ്ട്സിനെക്കാട്ടിയും കൂടുതൽ റിലേറ്റീവ്സ് ആയിരുന്നു കൂടുതൽ നമുക്ക്. എന്നാലും ഇത് ഇത്രയും നല്ലതുപോലെ ഇത്രയും ഭംഗിയായിട്ട് നടക്കുമെന്നും സത്യത്തിൽ വിചാരിച്ചില്ല. കാരണം നിരഞ്ജനയുടെ എത്ര ഫ്രണ്ട്സ് വരും എന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. നിരഞ്ജനയുടെ ഫ്രണ്ട്സ് വന്നപ്പോഴാണ് ഇത് കംപ്ലീറ്റും ആ ഒരു റെഡ് കളറായത്. അവർ തന്നെയാണ് രാവിലെ തൊട്ടേ വന്നിരുന്ന് ബലൂണെല്ലാം സെറ്റാക്കുകയും ഇതെല്ലാം ഒരു ഡെക്കറേഷൻ രീതിയിലെല്ലാം ആക്കിയൊക്കെ ചെയ്തത് അവരാണ് കേട്ടോ. അപ്പോൾ പണ്ടേ നിരഞ്ജനയുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒരു അടിമക്കണ്ണുകളാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം അത് ആവർത്തിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള റിലേറ്റീവ്സാണ് കേട്ടോ. കാരണം നമ്മളുടെയൊക്കെ ഫങ്ഷൻ സമയത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും അവർ എല്ലാ ദിവസവും, അതായത് ഇപ്പം ഇന്ന് തൊട്ട് എല്ലാവരും ഉണ്ട്, കല്യാണം കഴിഞ്ഞ് മറുവീടിന് പോകുന്നവരെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഓരോ സമയത്തും അവർ വന്നുകൊണ്ടേ ഇരിക്കും, എല്ലാ കാര്യങ്ങൾക്കും അവർ സഹകരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ അവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാമെങ്കിലും അവർ വരുന്നത് കണ്ട് നമ്മൾ അതിയായി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മുടെ ഹരിയുടെയും നിരഞ്ജനയുടെയും ഫ്രണ്ട്സാണ്. അപ്പം അവരെല്ലാവരും കൂടി ഒരുപാട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത് ഉണ്ണിക്കുട്ടനും അനന്യയും ഒക്കെയാണ്. അപ്പം എല്ലാവരും, അനന്യ എന്നൊക്കെ പറഞ്ഞാൽ എറണാകുളത്താണ് കേട്ടോ വീട്. അനന്യ സാറിൻ്റെ ചേച്ചിയുടെ മകളുടെ മകളാണ് കേട്ടോ. അപ്പം അനന്യയെല്ലാം എറണാകുളത്തുനിന്ന് വന്നതാണ്. മറ്റേ ഉണ്ണിക്കുട്ടൻ നമ്മുടെ സന്ദീപ് ഇരുവരത്തുനിന്ന് വന്നതാണ്. അപ്പം ഇതാണ് നമ്മളുടെ മെയിൻ ബംഗാളി കേട്ടോ. എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കാര്യത്തിനും എല്ലാം ഓടി നടക്കുന്ന ഒരു കുട്ടിയാണത്. നിരഞ്ജനയുടെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. കീർത്തനയുടെ കല്യാണത്തിന് നിരഞ്ജനയുടെ ഫ്രണ്ട്സായിരുന്നു കംപ്ലീറ്റ് നമുക്ക് സഹായികളായിട്ട് നിന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും ഓരോരോ വഴിക്കായിരുന്നുവെങ്കിലും ആ കല്യാണം കഴിഞ്ഞ് പോയവരുണ്ട്, പഠിക്കാനായിട്ട് പോയവരുണ്ട്, ജോലിക്കായിട്ട് പോയവരുണ്ട്, എങ്കിലും ഒരുപാട് പേരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഒരു സന്തോഷമാണ് കേട്ടോ.
അപ്പം ഇച്ചിരി കൂടി ഇങ്ങോട്ട് നിൽക്കോ? അല്ല ഇച്ചിരി ഇങ്ങോട്ട് നിൽക്കോ? അതല്ല അവർ കുഴപ്പമില്ല. ഇച്ചിരി കൂടി ഇങ്ങോട്ട് നിൽക്കും. ഇച്ചിരി കൂടി ഇങ്ങോട്ട് ഞാൻ കൊമ്പ് വെച്ചു. അയുടെ പൊന്ന ഈ ഫോട്ടോ വല്ലപ്പോഴേ കിട്ടുള്ളൂ. ആ കൊള്ളാം. ഓ പിന്നെ എന്നെ പിടിച്ച് നിർത്തി കേട്ടോ. ഒരു പാട്ട് പാടണമെന്ന് മണ്ണ് പിടിച്ച് നിർത്തി. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയസ്സ് കൂട്ടുവാൻ വേണ്ടി വന്നെത്തും ജന്മദാനകം വൈരിയാണോ സുഹൃത്താണോ വളരെ സംശയിക്കൂ ഞാൻ. ആദ്യം എനിക്കുണ്ടായി വളരാനുള്ള കൗതുകം അത് വേണ്ടിയിരുന്നില്ലെന്ന് ഇന്ന് തോന്നുന്നത് എന്തിനോ? ഇച്ഛാനിച്ഛകൾ കൊണ്ടെന്ത് കാര്യമില്ലെങ്കിലോട്ടുകിൽ പ്രകൃതിക്കുള്ള താളത്തിനൊത്ത് നീങ്ങാതെ പറ്റുമോ? പിന്തിരിഞ്ഞു നടന്നിടാനാകാതുള്ളൊരു യാത്രയിൽ പിറന്നാളുകൾ ഓരോന്നും നാഴിക ചുറ്റിയല്ലയോ? ഉദയാദിത്യ രമ്യശ്രീ പോക്കുകയിലായി മാറവേ ഉയരുന്നുണ്ട് ആഹ്വാനം ഉള്ളിൽ നിന്നും ഇടയ്ക്കിടെ. വിളിക്കേണ്ട വിടലേക്കില്ല ഞാൻ സഖി. മഹിയാണെന്റെ പെറ്റമ്മ മറ്റെങ്ങും ബന്ധമില്ലമേ. മത്തഗോകിതം എന്നോണം പാടണം പല ഗീതകം. മതിയാമലയും പോണം മരണം മാറി നിൽക്കണം. ഉഷസ് മന്തിയും രണ്ടു ചെന്താരായി സ്ഫുരിക്കവേ. ചന്തമേറുന്ന ആകാശം ചന്ദ്രികപ്പാൽ തുരത്തവേ. രമ്യങ്ങളെ പോലെ രമ്യശൈലങ്ങൾ നിൽക്കവേ. കൂത്താടി മധുരം പാടി കൂലം കർഷക നീങ്ങവേ. മുഖരാഗ വിശേഷങ്ങൾ മുളങ്കാടുകൾ നിളവേ. മുത്തളി കുസുമാറ്റങ്ങൾ മുല്ലവല്ലികൾ നിളവേ. മഴയും വെയിലും മഞ്ഞും കാറ്റും പൈതങ്ങൾ പോലവേ. അമ്മതൻ മണിമുറ്റത്ത് മാറി മാറി കളിക്കവേ. വിളിക്കേണ്ട വിനിലേക്കില്ല ഞാൻ സഖി. വിഹരിക്കട്ടെ നിശങ്കം വിശ്വമാണ് എന്റെ നന്മന. മഞ്ഞിലെ സുഖദുഃഖങ്ങൾ മനസാലയെ മതിച്ചു ഞാൻ. അന്യദുർലഭമായുള്ളോരാനന്ദം കൈവരുത്തിടും. മനുഷ്യ സേവനത്തിന്റെ പാതയിൽ പദം ഊന്നിയാൽ ഹൃതിക്കും അപ്പുറത്തെത്ത് മഹാപ്രസ്ഥാനമായിരുന്നു. വന്നുചേരട്ടെ പോകട്ടെ വളരെ ജനം ആളുകൾ. അതോ ഭയാനകർമ്മം തുടരാനാണ് ജീവിതം. താങ്ക് യു. അപ്പോഴേക്കും സമയം ഏകദേശം 8:30-9 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങൾക്കൊരു ചെറിയ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ഊണൊക്കെ ആയിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ചു. അപ്പം എല്ലാവരും പോകാനായിട്ടൊക്കെ ഇറങ്ങുന്ന ആ ഒരു സമയമാണ് കേട്ടോ. അപ്പം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഗുലാബി നൈറ്റാണ് നമുക്കിപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം കല്യാണത്തിൻ്റെ ബാക്കി ഫങ്ഷൻസിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വ്ലോഗിൽ കാണാം.